ഓക്കെ, വളരെ ഗംഭീരമായിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു ഇന്നുണ്ടായിരുന്നത്. വളരെ ബ്ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ലാസ്റ്റ് ടൈമിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ലാസ്റ്റ് ടൈമിലെ മൂവ്മെൻറ്റ് അതാണ് എന്നുള്ളത്, അതായത് നല്ല രീതിയിലൊരു ഫോൾ സംഭവിക്കും എന്നുള്ളത് നമുക്ക് നമ്മളുടെ ബോൾ ലൈൻ സ്ട്രാറ്റജിയിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. ലാസ്റ്റ് നമ്മളുടെ ഫ്യൂച്ചർ ലാസ്റ്റ് നമ്മളുടെ പോയിന്റ് നിൽക്കുകയാണ്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് അതിൻ്റെ സി പൊസിഷൻ വന്നു. അപ്പോൾ അത് ഇനിയൊരു ഡൗൺ ട്രെൻഡ് കാണിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത് അല്ലേ. ബാക്കിയുള്ള നമ്മളുടെ നിഫ്റ്റിയും നമ്മളുടെ അതുപോലെ നിഫ്റ്റി 50യും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ഏകദേശം ബോൾ ലൈനിൽ തന്നെ നിൽക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി ബോൾ ലൈനിലാണ്, നിഫ്റ്റി 50 ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്ത് മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻഡെക്സിൻ്റെ പൊസിഷൻ ഉണ്ടായിരുന്നത്. ദെൻ നമുക്ക് നമ്മളുടെ സ്ട്രൈക്കിലേക്ക് വരാം. സ്ട്രൈക്ക് വളരെ വ്യക്തമായിട്ട് ഒരു പൊസിഷൻ നമുക്ക് തരുമെന്നറിയാമല്ലോ. ഓക്കെ, അപ്പോൾ സ്ട്രൈക്കിലേക്ക് നോക്കി, നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ 2 സ്ട്രൈക്ക് നോക്കിയേ, സിയുടെ സ്ട്രൈക്കുകൾ 2 നോക്കിക്കേ. ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഏറ്റവും ലാസ്റ്റത്തെ അതായത് 4ാമത്തെ ക്യാൻഡിൽ നോക്കുക. 15 മിനിറ്റ്സിൻ്റെ 4ാമത്തെ ക്യാൻഡിൽ എടുക്കുക. ലാസ്റ്റിൽ നിന്നുള്ള 4ാമത്തെ ക്യാൻഡിൽ നോക്കുക. സി പൊസിഷൻ 2 നമ്മളുടെ വീക്കെൻഡും മന്തെൻഡും നോക്കുക. രണ്ടും എന്തായിട്ടുണ്ട്, ബോൾ ലൈനെ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ അതിനർത്ഥം എന്താണ്, രണ്ടും ബോൾ ലൈൻ ടച്ച് ചെയ്താൽ അവിടുന്ന് റിജക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ സി പൊസിഷൻ മാക്സിമം ആയി നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയിൽ. പി പൊസിഷൻ നോക്കിക്കേ, പി പൊസിഷൻ ഏകദേശം നമ്മളുടെ മന്ത് എൻഡ് അതിൻ്റെ ലെവൽ ക്രോസിങ്ങിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് പി കയറാനുള്ള സാധ്യതയുണ്ട്. ദെൻ വീക്കെൻഡ് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് പോന്നിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് റിജക്റ്റ് ചെയ്താൽ നോക്കിക്കോ, നിങ്ങൾ ഹയസ്റ്റ് പൊസിഷൻ പോയിരിക്കുന്നത് നോക്കിയാൽ പി പൊസിഷൻ തിരിച്ച് അതിൻ്റെ ബോൾ ലൈൻ വരെ പോയിട്ടുണ്ട് അല്ലേ. പിയുടെ ഗ്രാഫ് നോക്കുക. ഞാനിന്ന് സിസ്റ്റത്തിലല്ല ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്നതാണെന്ന് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കണം, ഞാൻ സ്ട്രൈക്കിൻ്റെ ക്യാൻഡിൽസിൻ്റെ എണ്ണം പറയുന്നത് കൊണ്ടാണ്. പിയുടെ ഗ്രാഫ് നോക്കിയേ, ലാസ്റ്റിൽ നിന്ന് 3ാമത്തെ ക്യാൻഡിൽ നോക്കുക. 3ാമത്തെ ക്യാൻഡിൽ തൊട്ട് പി ആക്റ്റീവ് ആകുക. 3ാമത്തെ ക്യാൻഡിൽ മന്ത് എൻഡിൻ്റെ പിയുടെ നോക്കിക്കുക. മന്ത് എൻഡിൻ്റെ പി ആയിട്ട് മുകളിൽ കിടക്കുന്ന പിയുടെ ഗ്രാഫ് നോക്കിയേ. മുകളിൽ കിടക്കുന്നത് 3ാമത്തെ ക്യാൻഡിൽ തൊട്ട് മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. മൂവ് ചെയ്ത് എവിടം വരെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്, വീക്കെൻഡ് നോക്കൂ. വീക്കെൻഡ് തിരിച്ച് അതിൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നവരെ, വീക്കെൻഡ് പി അതിൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നവരെ അത് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് നമുക്കൊന്ന് നിഫ്റ്റി 50 നോക്കാം. നിഫ്റ്റി 50 അതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. അത് നിഫ്റ്റി 50 നോക്കുക. നിഫ്റ്റി 50യുടെ സി പൊസിഷൻസ് മാക്സിമം മൂവ് ചെയ്ത് മുകളിലേക്ക് പോയി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അതായത് ലാസ്റ്റിൽ നിന്നുള്ള നമ്മളുടെ 3ാമത്തെയും 4ാമത്തെയും ക്യാൻഡിൽ എടുത്ത് സി പൊസിഷൻ മാക്സിമം എത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെയും കേസ് വന്നത്. സിയുടെ ഗ്രാഫുകൾ നമ്മുടെ മന്ത് എൻഡും വീക്കെൻഡും മാക്സിമത്തിൽ ബോൾ ലൈനെ ടച്ച് ചെയ്ത് നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം തിരിച്ച് റിജക്ഷൻ. ഈ 4 ക്യാൻഡിൽസും, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ 2 സി ക്യാൻഡിൽസും സി ഗ്രാഫുകളും അതുപോലെ തന്നെ നമ്മളുടെ നിഫ്റ്റിയുടെ 2 സി ഗ്രാഫുകളും ബോൾ ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം 4 ഒരുപോലെയാണ് കാണിക്കുന്നത്. സോ നല്ല റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ റിജക്ഷൻ, അതായത് ഈ ഒരു 2:45 കഴിഞ്ഞിട്ടാണ് ഈ ഒരു പൊസിഷൻ സംഭവിക്കുന്നത് എങ്കിൽ നല്ല രീതിയിലുള്ള ബ്ലാസ്റ്റിംഗ് മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. പക്ഷെ അത് എല്ലാ സമയത്തും അത്ര ബ്ലാസ്റ്റിംഗ് ആവാറില്ല. ചില ദിവസങ്ങളിലാണ് ഇതുപോലെ ബ്ലാസ്റ്റിംഗ് സംഭവിക്കുക. അതായത് ഇന്നൊരു എനിക്ക് തോന്നുന്നു ഒരു 10,000% വരെ, അല്ലെങ്കിൽ ഒരു 900% വരെ, 900 അല്ല 9,000% വരെയുള്ള റിട്ടേൺസ് മൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ₹1 സ്ട്രൈക്ക് പോലും ഏകദേശം ഒരു 80-90 റേഞ്ച് വരെയൊക്കെ വന്ന പൊസിഷൻസാണ്. അത് വല്ലപ്പോഴും കൂടി, അതായത് ഒരു മന്തിൽ 2-3 തവണ ഇങ്ങനെ സംഭവിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്ലാസ്റ്റിംഗ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു 200% മുതൽ ഇതുപോലെ 10,000% വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു 100-200 ഒക്കെ എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ബെറ്റർ. ചില സമയങ്ങളിൽ ഇതുപോലെ പൊസിഷൻ സംഭവിച്ചാലും ആ പൊസിഷൻസ് ചിലപ്പോൾ 100-200%, 100ന് മുകളിൽ പോകാറുണ്ട്. 200%, 300%, അതായത് 3x റിട്ടേൺ തന്നിട്ട് അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള 10,000% വരെ ഒന്നും വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നോക്കിക്കേ, അതിൻ്റെ സി പൊസിഷൻ താഴത്തേക്ക് ഇടിഞ്ഞിടിഞ്ഞ് അതിൻ്റെ ബോൾ ലൈൻ വരെ കണ്ടോ. ലാസ്റ്റത്തെ നിഫ്റ്റി 50യുടെ സി വീക്കെൻഡ് സി എന്ന് നോക്കിക്കേ. ആ സി ക്യാൻഡിൽ ബോൾ ലൈനിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് താഴത്തേക്ക് വന്ന് അടുത്ത ബോൾ ലൈനിൽ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അവിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അല്ലേ. മന്ത് എൻഡ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും അതിൻ്റെ ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിലും വന്ന് നിൽപ്പുണ്ട് കണ്ടോ. പിയുടെ ഗ്രാഫുകൾ നോക്കിയാൽ നിഫ്റ്റി 50യുടെ പിയുടെ ഗ്രാഫ് നോക്കിയാൽ വീക്കെൻഡ് പി ഏറ്റവും ലാസ്റ്റ് 3ാമത്തെ ക്യാൻഡിൽ കണ്ടോ. നമ്മുടെ 3ാമത്തെ 4ാമത്തെ ക്യാൻഡിൽ നോക്ക്, ഏറ്റവും ലാസ്റ്റ്, അതായത് പി ആക്റ്റീവ് ആകാൻ പോകുന്ന പൊസിഷനിലാണ് പി ക്യാൻഡിൽ നിന്നത്. മന്ത് എൻഡ് നോക്കുമ്പോഴും ഫസ്റ്റ് ലെവൽ ക്രോസിങ്ങിൽ ഇതുപോലെയാണ് നിൽക്കുന്നത്. കറക്റ്റായിട്ട് പി ആക്റ്റീവ് ആകുമെന്നുള്ളതാണ്. അതായത് വീക്കെൻഡ് പൊസിഷൻ നമ്മളുടെ ലാസ്റ്റത്തെ ഡോട്ടർ ലൈൻസിൽ നിൽക്കുകയും മന്തിൻ്റെ പൊസിഷൻ 2ാമത്തെ ഡോട്ടർ ലൈനിൽ നിൽക്കുകയാണെങ്കിലും നല്ല രീതിയിൽ അവിടെ ഒരു ആക്റ്റീവ് മൊമെൻറ്റം ഉണ്ടാകും. അത് പി ആണെങ്കിൽ സി ആണെങ്കിലും ആക്റ്റീവ് മൊമെൻറ്റം ഉണ്ടാകും. ഇവിടെയാണെങ്കിൽ പി ആണ് ആക്റ്റീവായിട്ട് നിന്നത്, ആ ഒരു പൊസിഷനിൽ നിന്നത് പി ആണ്. സി ആണെങ്കിൽ ബോൾ ലൈനിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ സി നന്നായിട്ട്
റിജക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതും പി ആക്റ്റീവ് ആകാൻ പോകുന്നു എന്നുള്ളതും നമുക്ക് ഈ സ്ട്രൈക്കിൻ്റെ ലെവൽസിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബ്ലാസ്റ്റിംഗ് മൂവ്മെൻറ്റ് തന്നെ സംഭവിച്ചത്. ആ ബ്ലാസ്റ്റിംഗ് മൂവ്മെൻറ്റ് എവിടം വരെ സംഭവിക്കും? തിരിച്ച് പി അതിൻ്റെ ബോൾ ലൈനിൽ എത്തുമ്പോൾ റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കണ്ടോ, മൂന്നാമത്തെ ഏറ്റവും ലാസ്റ്റ് നിന്ന് രണ്ടാമത്തെ പിയുടെ ക്യാൻഡിൽ നോക്കി ബോൾ ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ അവിടെ റിജക്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അടുത്തത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഇന്നത്തെ നമ്മളുടെ എക്സ്പയറി എന്ന് പറയുന്നത് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി എടുക്കുക. ഈ ലാസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ നാലാമത്തെ ക്യാൻഡിലൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു പി പൊസിഷൻ ആക്റ്റീവ് ആയത്. അപ്പോൾ ആ പി പൊസിഷൻ നമ്മൾ എടുക്കുമ്പോൾ എന്ത് തന്നെ എടുക്കണം? അന്നത്തെ ഇതുപോലെ ബ്ലാസ്റ്റിംഗ് മൂവ്മെൻറ്റാണ് നമ്മൾ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ എക്സ്പയറിയുടെ തന്നെ എടുക്കുക. എക്സ്പയറി ഫിൻ നിഫ്റ്റിയാണ്. ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കിക്കുക, 1 രൂപയുടെ ക്യാൻഡിൽ ചെന്ന് അവസാനിച്ചിരിക്കുന്നത് 80-85 രൂപ വരെയൊക്കെ അതിൻ്റെ റിട്ടേൺ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനേക്കാൾ മുകളിലുള്ള സ്ട്രൈക്കുകളാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും താഴെയുള്ള നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ക്യാൻഡിലാണ് സ്ട്രൈക്ക് എടുത്ത് ആണ് ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ കഴിയുന്നൊരു സ്ട്രൈക്ക് ആയതുകൊണ്ട് കാണിച്ചു തന്നെ എൻ്റെ ഒരു ബ്ലാസ്റ്റിംഗ് മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. അത് പോയി നിൽക്കുന്നത് എത്രയാണ്? 85 രൂപ വരെ അല്ലെങ്കിൽ 84 രൂപ വരെയൊക്കെ 1 രൂപയുടെ സ്ട്രൈക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അവിടം വരെ പോയപ്പോഴത്തേക്കും നമ്മളുടെ ബോൾ ലൈനിലേക്ക് അതിൻ്റെ പി പൊസിഷൻ വന്ന് ആക്റ്റീവായി. സോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ ബോൾ ലൈനിൽ എത്തുമ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു ട്രേഡ് കട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ പി പൊസിഷൻ എൻ്റെ ബോൾ ലൈൻ ടച്ച് ചെയ്തതാണ്. ഓക്കെ, കണ്ടോ, നമ്മുടെ സെൻസെക്സും ഇന്ന് എന്താ കൊടുത്തത്? ഒരു ലാസ്റ്റ് നാലാമത്തെ ക്യാൻഡിലൊക്കെ ആയപ്പോഴത്തേക്കും റിജക്ഷൻ ഏരിയ തന്നെയാണ് സെൻസെക്സ് നിന്നത്. സോ എല്ലാം കൊണ്ടും ഇന്ന് എല്ലാ സ്ട്രൈക്കുകളും എല്ലാ പൊസിഷൻസും നമുക്കൊരു ആ ഒരു സമയത്ത് ബാക്കിൽ നിന്ന് നാലാമത്തെ ക്യാൻഡിലിൽ ഒരു പി പൊസിഷൻ ആക്റ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണിച്ചു തന്നിരുന്നു. അതുപോലെ ആക്റ്റീവ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. ഇതുപോലെ ഒരു പൊസിഷൻ ഇനിയും ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ സ്കോർ ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ്. പുള്ളിക്കാരി പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പുള്ളിക്കാരി നമുക്ക് അയച്ചു തന്നതാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നതില്ലെങ്കിൽ നമ്മളുടെ ഓരോ വീഡിയോസും കണ്ട് പഠിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ എമൗണ്ടുകൾ ഇട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഞാൻ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ലാസ്റ്റത്തെ മൂമെൻറ്റ് ചെറിയ എമൗണ്ടേ ഉള്ളെങ്കിൽ 2:45 കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ട്രേഡ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിരുന്നു. സോ വളരെ നന്നായിട്ട് തന്നെ ആ കുട്ടി ട്രേഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, 1.20 മേടിച്ച്, അതായത് 1 രൂപ 20 പൈസയ്ക്ക് ആ കുട്ടി ബൈ ചെയ്ത ഒരു സാധനം ആ കുട്ടി 5 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട് അല്ലേ. ഏകദേശം ഒരു 4x റിട്ടേൺ അല്ലെങ്കിൽ 3x റിട്ടേൺ കിട്ടുന്ന രീതിയിൽ 300% റിട്ടേൺ ആ കുട്ടി, അതിൽ കൂടുതൽ റിട്ടേൺ ആ കുട്ടി ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊസിഷൻ ഈ 2:45 കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇതുപോലെയുള്ള ബ്ലാസ്റ്റിംഗ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം വെയിറ്റ് ചെയ്യാം. ഇത്രത്തോളം അല്ലെങ്കിൽ ഒരു 10% റിട്ടേൺ ഈ 2:45 കഴിഞ്ഞിട്ടുള്ള സമയത്ത് കിട്ടും. അത് ഈ ഇങ്ങനെയുള്ള പൊസിഷൻസ് ആണെങ്കിൽ മാത്രമാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ നല്ല രീതിയിൽ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചെറിയ എമൗണ്ടുകൾ മാത്രമേ ആ സമയങ്ങളിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യാവുള്ളൂ. വലിയ എമൗണ്ടൊന്നും ഇട്ടിട്ട് വലിയ രീതിയിൽ നമ്മൾ പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെൻറ്റും നല്ല രീതിയിൽ തന്നെ നമ്മളുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രൈക്കിൻ്റെ കൂടെ ലെവൽസ് ഉണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിന് നമ്പർ കിടപ്പുണ്ട്. വാട്സപ്പിൽ ഫ്രീ ഗ്രൂപ്പാണ്. അത് ആ ഫ്രീ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ലെവൽസ് കിട്ടും. അതായത് ഇൻഡെക്സ് ലെവൽസ് കിട്ടും. സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡ് ഗ്രൂപ്പായിരിക്കും. അപ്പോൾ സ്ട്രൈക്ക് ലെവൽസ് വേണ്ടവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ.